മുൻ മുഖ്യമന്ത്രിയുടെ ഒരു മകൻ രാജീവ് ചന്ദ്രശേഖർ മലയാളം അറിയില്ല, ഇംഗ്ലീഷ് പറഞ്ഞിട്ടാണ് BJP-നെ ലീഡ് ചെയ്യുന്നത്. ശരി, ഓക്കെ. പക്ഷെ അതെങ്ങനെ ഈ പ്രശ്നമായത്? ജനങ്ങളുടെ മാലിന്യ പ്രശ്നം അതെങ്ങനെ ഇതിന്റെ കണക്ഷൻ എന്താണ്? ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത ഈ രാഷ്ട്രീയം ഇതും എന്താ കണക്ഷൻ? എന്റെ കുർത്ത എന്താണ്, ഞാൻ എന്ത് കഴിക്കുന്നു, എന്റെ ഭാഷ എന്താണ്, അതല്ലല്ലോ പ്രശ്നം. ഈ രാഷ്ട്രീയത്തിൽ ജനങ്ങൾ വിശ്വസിച്ച് ഒരു അവസരം കൊടുക്കുമ്പോൾ, അത് എത്ര കൊല്ലമായിട്ട് LDF-നും UDF-നും കൊടുത്തില്ലേ? ജനങ്ങൾ കൊടുത്തു, വിശ്വസിച്ചു, അവരുടെ വാഗ്ദാനം വിശ്വസിച്ചു കൊടുത്തു, അവസരങ്ങൾ സ്റ്റേറ്റ് ഭരിക്കാൻ കൊടുത്തു. ഈ അവസരം കിട്ടുമ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, നാടിനെ നന്നാക്കുക, അതല്ല ചെയ്യേണ്ടത്. അത് ചെയ്യാൻ പറ്റില്ല. അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല, ഒരു വിഷനും ഇല്ല, ഒരു കാഴ്ചപ്പാടുമില്ല, ഒരു സജഷനും ഇല്ല, ഒരു പോളിസി ഇല്ല. എന്നിട്ട് പറയുന്ന ഈ സോണിയാഗാന്ധി, മേഡ് ഇൻ ഇറ്റലി സോണിയാഗാന്ധിനെ തലേ വെച്ച് കെട്ടി നടക്കുന്ന കോൺഗ്രസ് പാർട്ടി എന്റെ മലയാളത്തിനെ കുറിച്ചാണ് പറയുന്നത്. വയനാടില് ഹിന്ദി മലയാളം പറയാത്ത പ്രിയങ്ക ഗാന്ധി വാർഡിന് വയനാട് ജനങ്ങളെ തലയെ കയറ്റി വെച്ചിരിക്കുന്നത് കോൺഗ്രസ് എന്റെ മലയാളം, എന്റെ കുർത്തേന്റെ കളറിനെ കുറിച്ച് ഇന്ന് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇതാണ് അവരുടെ രാഷ്ട്രീയം. പക്ഷെ ഞങ്ങളൊരു അഭ്യർത്ഥന, 10 കൊല്ലമായിട്ട് BJP പ്രതിപക്ഷ പാർട്ടിയായിരുന്നു കോർപ്പറേഷൻ. ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ 100% അത് ചെയ്തു കാണിച്ചു കൊടുത്തു. LDF-ന്റെ കോർപ്പറേഷന്റെ അഴിമതി, അവരുടെ കഴിവില്ലായ്മ എല്ലാം ഞങ്ങൾ എക്സ്പോസ് ചെയ്തു. ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു നോർമൽ ഇലക്ഷൻ അല്ല. ഞങ്ങൾ കാണുന്നത് ഒരു നിർണായകമായ ഒരു ഇലക്ഷനാണ്, ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലക്ഷൻ. പണ്ട് കാലത്ത് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ എല്ലാം അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതൊരു സെമി ഫൈനലാണ്, ഇതൊരു ക്വാർട്ടർ ഫൈനലാണ്, വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനാണ് ശരിക്കൊരു ഇലക്ഷൻ എന്നെല്ലാം ആയിരുന്നു ഒരു കൺവെൻഷണൽ ഒരു തിങ്കിങ്. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല കാണുന്നത്. ആദ്യം മുതൽ ഞങ്ങൾ കാണുന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം. ആ മാറ്റം കൊണ്ടുവരാൻ BJP NDA ശക്തമായി പ്രവർത്തിക്കും. ഞങ്ങളൊപ്പം നിന്ന് ഇവിടെ മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ആദ്യം മുതൽ ഞങ്ങൾ പറയുന്ന കാര്യമാണ്. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത്, ഇതൊരു നിർണായകമായ ഇലക്ഷനാണ്. നമ്മുടെ നഗരത്തിന്റെ ഭാവി എന്ത് ആവണം, ഏത് ഡയറക്ഷനാണ് പോകേണ്ടത് തീരുമാനിക്കേണ്ടത് ഇലക്ഷനാണ്. കൺവെൻഷനൽ പോളിറ്റിക്സും കൺവെൻഷണൽ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ ലോക്കൽ ബോഡി ഇലക്ഷന്റെ ടേൺ ഔട്ടാണ് ഏറ്റവും കമ്മി. അതൊരു പാറ്റേൺ ആയിട്ടാണ് എത്ര കൊല്ലമായിട്ട് നടക്കുന്ന കാര്യം. അതുകൊണ്ടാണ് ചില രാഷ്ട്രീയ പാർട്ടീസ് അതിന്റെ അഡ്വാൻറ്റേജ് എടുത്തിട്ട് 30, 40, 20 കൊല്ലമായിട്ട് ഭരിക്കുന്നു, ഒന്നും ചെയ്യുന്നില്ല. അഴിമതി, കുറ്റകരമായ അനാസ്ഥ, എന്താ പറയാ, അവസരം സൃഷ്ടിക്കാത്ത ഒരു ഭരണം, അത് എത്ര കാലമായിട്ട് ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഇലക്ഷൻ, അതാണ് എൻ്റെ ആദ്യത്തെ പോയിന്റ്, മാറ്റം കൊണ്ടുവരാൻ. മാറ്റം എന്ന് പറഞ്ഞാൽ ഭരണത്തിലൊരു മാറ്റം, ഭരണ സംസ്കാരത്തിലൊരു മാറ്റം, രാഷ്ട്രീയ സംസ്കാരത്തിലൊരു മാറ്റം, ഒരു പൊളിറ്റിക്കൽ കൾച്ചറിലൊരു മാറ്റം, ഇവിടെ പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് കൊണ്ടുവരാൻ പോകുന്ന ഒരു മാറ്റമാണ്. അങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത്. രണ്ടാമത്തെ കാര്യം, BJP NDA-ന്റെ 101 സ്ഥാനാർത്ഥികൾ ഞങ്ങൾ പ്രഖ്യാപിച്ചു, ജനങ്ങളുടെ മുമ്പിൽ വെച്ചു. ഇവർ സ്ഥാനാർത്ഥി മാത്രമല്ല, BJP-ന്റെ പ്രവർത്തകരും ലീഡേഴ്സ് മാത്രമല്ല, അവർ ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങുന്ന 101 പ്രവർത്തകരാണ്. ഈ നഗരത്തിനെ നന്നാക്കാൻ ഇറങ്ങിയ പ്രവർത്തകരാണ്. ഞങ്ങളുടെ മിഷൻ, BJP NDA-ന്റെ മിഷൻ എന്താണെന്ന് ചോദിച്ചാൽ ജനങ്ങളെ സേവിക്കുക. ഞങ്ങളുടെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചാൽ ജനസേവ. ഞങ്ങളുടെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു രാഷ്ട്രീയം. അപ്പോൾ ഞങ്ങൾ വികസിത കേരളം എന്ന് പറയുമ്പോൾ, വികസിത തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ഒരു മുദ്രാവാക്യമല്ല, ഇത് ഞങ്ങളുടെ DNA ആണ്, ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നു, 6 മാസം മുമ്പേ BJP ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി, വികസിത കേരളം ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി. ഈ 6 മാസത്തിൽ 38,000 സാധാരണ മലയാളികളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിച്ചു. ഞങ്ങൾ സർക്കാരിലല്ല, എന്നിട്ട് 38,000 സാധാരണ മലയാളികളുടെ വലിയ പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നങ്ങൾ പരിഹരിച്ചു. അപ്പോൾ ആ അവസരമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. മൂന്നാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്ഥാനാർത്ഥിനെ കുറിച്ച്. ഞാൻ ശീലേഖാജിനെ കണ്ട് കുറച്ച് ഒരു കൊല്ലം 1.5 കൊല്ലമായിട്ടേ ഉള്ളൂ. ഞാൻ അതിന് മുമ്പ് ശീലേഖാജിനെ അങ്ങനെ ക്ലോസ് ആയിട്ട് അറിയില്ല. പക്ഷെ ശീലേഖാജിന്റെ ലൈഫും
ശീലേഖാജിന്റെ കരിയറെല്ലാം ഞാൻ വായിച്ചു പഠിച്ച ഒരാളാണ്. എത്രയോ എനിക്ക് അഭിമാനമുണ്ട്, ബഹുമാനമുണ്ട്. BJPന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആകുമ്പോൾ ഞാൻ കണ്ടത് BJPക്ക് എത്രയോ അതിന്റെ ഗുണം ഞങ്ങൾക്ക് കിട്ടി. കാരണം ശീലേഖാജി BJPയിൽ വന്നു. അതുപോലെ തന്നെ എനിക്ക് 100% ഒരു സംശയമില്ലാത്ത ഞാൻ പറയുന്നു, ശീലേഖാജി ഭരണത്തിൽ തിരുവനന്തപുരം ഭരിക്കുന്ന BJP NDA കോർപ്പറേഷന്റെ ഭാഗമാവുമ്പോൾ നഗരത്തിനൊരു നല്ല ഒരു ഗുണം കിട്ടും. അതിന്റെ ഒപ്പം പൊതുസമൂഹം ജനങ്ങൾക്ക് നല്ലൊരു ഗുണം കിട്ടും. ശീലേഖാജിന്റെ പ്രസൻസ്, ഈ പോളിറ്റിക്സിൽ പ്രസൻസ് നമുക്ക് വേണ്ടത്. ശീലേഖാജിന്റെ ജീവിതം ഒരു സ്ട്രഗിൾ ചെയ്ത് അധ്വാനിച്ച് IPSന്റെ ഒരു മുതിർന്ന ലീഡർ, ഒരു ഓഫീസറായി ഇന്റഗ്രിറ്റിയും സെൽഫ് റെസ്പെക്റ്റും ശീലേഖാജിനെ കുറിച്ച് പറയുമ്പോൾ ആരോട് ചോദിച്ചാലും, ശീലേഖാജിന്റെ പിയേഴ്സിന് ചോദിച്ചാലും, പോലീസിൽ അദ്ദേഹത്തിന്റെ പിയേഴ്സിനോട് ചോദിച്ചാൽ പറയും ഏറ്റവും ഹയസ്റ്റ് ഇന്റഗ്രിറ്റി, ഏറ്റവും ഹയസ്റ്റ് സെൽഫ് റെസ്പെക്ട് ഉള്ള ഓഫീസറായിരുന്നു ശീലേഖാജി. ആ ശീലേഖാജിയാണ് ഇന്ന് ശാസ്തമംഗലം ഞങ്ങളോട് ചോദിക്കുന്നത്, BJP NDAക്ക് ഒരു അവസരം തരൂ, ഞങ്ങൾ ഭരിച്ച് കാണിച്ചു തരും. ഈ മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിവുണ്ട്, താല്പര്യമുണ്ട്. അവസാനം ഞാൻ പറഞ്ഞത് ഒരു ചെറിയ പോയിന്റ്, ഒരു പൊളിറ്റിക്കൽ പോയിന്റ്. ഇതുവരെ ഞാൻ അങ്ങനെ പോളിറ്റിക്സ് ഒന്നും പറഞ്ഞിട്ടില്ല. കുറച്ച് പോളിറ്റിക്സ് പറയണ്ടേ, ഇലക്ഷൻ അല്ലേ. 10 കൊല്ലം LDF ഇവിടെ ഭരിച്ചു. എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടിയ LDF ഒരു ചുക്കും ശരിയായിട്ടില്ല. ഇവിടെ ശരിയായത് എന്താണ്? അഴിമതി. ശരിയായത് എന്താണ്? കഴിവില്ലായ്മ, കുറ്റകര അനാസ്ഥ. ഇതാണ് ശരിയായത്. അതുകൊണ്ടാണ് ഇന്ന് ടോപ്പ് 10 ഇന്ത്യന്റെ ടോപ്പ് 10 സിറ്റീസ് നോക്കുമ്പോൾ, ടോപ്പ് 10 വേണ്ട, ടോപ്പ് 25 സിറ്റീസിന്റെ ലിസ്റ്റ് നോക്കുമ്പോൾ അത് തിരുവനന്തപുരത്ത് പേരില്ല. നാടിന്റെ തലസ്ഥാനമാണ്. നമ്മൾ ഒരു ലിസ്റ്റിലും ഫിഗർ ചെയ്യുന്നില്ല. അതിന്റെ മാറ്റണ്ടേ? ഇന്ന് ഇവിടെ ഞാൻ ഒരാഴ്ച മുമ്പേ കോൺഗ്രസിന്റെ ലീഡർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു. കോൺഗ്രസിനെ കുറിച്ച് ഇപ്പോൾ അങ്ങനെ പറയാനൊന്നുമില്ല. രാഹുൽ ഗാന്ധി എല്ലാം പറഞ്ഞു കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വലിയ ഡിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു കോൺഗ്രസ് നേതാവ്, അത് നേതാവിന്റെ ടൈറ്റിൽ സെൽഫ് ഗിവൺ ടൈറ്റിലാണ്. അപ്പൊ ഇന്ന് ഞങ്ങൾ ചോദിക്കുന്നത് ശാസ്തമംഗലത്തിൽ ശീലേഖാജിനെ ജയിപ്പിക്കുക, അതുപോലെ തന്നെ 101 വാർഡിൽ BJP NDA ആയ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ച് BJPയിൽ ഭരിക്കാൻ ഒരു അവസരം തരിക. ഇതാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. 5 കൊല്ലം ഞങ്ങൾക്ക് ഒരു അവസരം തന്നാൽ ആദ്യത്തെ 45 ദിവസം 5 കൊല്ലം ചെയ്യാൻ പോകുന്ന ബ്ലൂ പ്രിന്റ് ഞങ്ങൾ മുമ്പിൽ വയ്ക്കും. അഴിമതി രഹിത ഭരണം ഞങ്ങളുടെ ഗ്യാരണ്ടി ആയിരിക്കും. എല്ലാ കൊല്ലം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഒരു റിപ്പോർട്ട് കാർഡ് വെക്കും. എന്ത് ചെയ്തു, എന്ത് ചെയ്യാൻ പോകുന്നു. എല്ലാ കൊല്ലം ബഡ്ജറ്റിന്റെ സമയത്ത് ഓരോരോ രൂപയും പൈസയുടെ കണക്ക് ജനങ്ങളുടെ മുമ്പിൽ വെക്കും. എല്ലാ വാർഡിലും പ്രൈമറി ഹെൽത്ത് സെന്ററും ഒരു കോമൺ സർവീസസ്, ഡിജിറ്റൽ കോമൺ സർവീസസ് സെന്റർ ഞങ്ങൾ സൃഷ്ടിക്കും. ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾക്കൊരു അവസരം തരിക. ശീലേഖാജിന് കൗൺസിൽ കോർപ്പറേഷനിൽ കയറാനും അവിടെ അഴിമതിനെ തോൽപ്പിക്കാൻ ഒരു അവസരം കൊടുക്കുക. അതാണ് എൻ്റെ അഭ്യർത്ഥന, പാർട്ടിന്റെ അഭ്യർത്ഥന. ഇത് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്.